ഫസ്റ്റ് ഓഫ് ഓൾ എ ബിഗ് താങ്ക് യു ടു ജുബിൻ ഷാ. പുള്ളിക്കാരിയാണ് ആക്ച്വലി ഈ ഒരു ട്രിപ്പ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കണ്ടക്ട് ചെയ്തത്. പിന്നെ നമ്മുടെ സുനീഷ് ചേട്ടനാണ് ലൈക്ക് മലബാറിൻ്റെ ഓണറായിരുന്നു. പുള്ളി അത്രയും നല്ല വൃത്തിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട വ്യക്തി ഉമേഷാണ്. എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഇത് എൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് പറയാം കേട്ടോ. വിചാരിച്ചതിലും സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ടൂർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് ഈ ഒരു ട്രിപ്പിൽ നിന്ന് ആക്ച്വലി 20+ ഗൂഗിൾ റിവ്യൂസ് കിട്ടി. ക്യാമറൻ്റെ മുന്നിൽ സംസാരിക്കാൻ പേടിയില്ലാത്ത എല്ലാവരുടെയും വീഡിയോ റിവ്യൂ കിട്ടി. എല്ലാവരും അത്രയും എക്സ്ട്രീം ലെവലിൽ ഹാപ്പിയാണ്. ഇപ്പോൾ ഈ ടൂർ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമേഷ് ഇവരെ ഹൈദരാബാദ് കാണിക്കുന്നു, ബാക്കി ഇവരെ എൻ്റർടൈൻ ചെയ്യലും അല്ലെങ്കിൽ ഇവരെ ഹാപ്പി ആക്കലും ഇവരെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യലും ഞാൻ ചെയ്തു. ആ ഒരു കോംബോ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഒബ്വിയസ്ലി ഈ ട്രിപ്പ് അടിപൊളിയായത്. 2 ഇയർ ആവുന്നു ടൂറിസ്റ്റ് ഇൻഡസ്ട്രിയിൽ. ഒരുപാട് ഗൈഡുമാരെ കണ്ടിട്ടുണ്ട്. ഇൻഷാദിനോട് പറഞ്ഞത് ഒരു തെലുങ്കാനയിൽ നിന്ന് ഒരാളാണ് നിങ്ങളുടെ ഗൈഡ്, ആൾ അത്യാവശ്യം മലയാളം ഹാൻഡിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു നിലക്കും പറ്റൂല, എനിക്ക് ഇങ്ങനെ ആൾ നിർബന്ധമാണ്, എനിക്ക് മലയാളി തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് വെറുപ്പിച്ചിട്ട് ആണ് എനിക്ക് ഉമേഷിനെ അവർ തരുന്നത്. ആൻഡ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സുനീഷ് ചേട്ടനാണെന്ന് തോന്നുന്നു മെൻഷൻ ചെയ്തത്, ഓൾറെഡി ഉള്ളൊരു ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ ഉമേഷിനെ കേട്ടിട്ടതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക്കൽ ഗൈഡായാലും ഇനി നമ്മളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഗൈഡായാലും ഒരുപാട്, ഞാൻ രണ്ടാമത്തെ കമ്പനിയാണിത്. പക്ഷേ ഹീസ് സംതിങ് ഡിഫറെൻറ്റ് ആക്ച്വലി. ലൈക്ക് ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഹൈദരാബാദിലെ എല്ലാ മുക്കും മൂലയും അറിയാം, എല്ലാ ചരിത്രം അറിയാം. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ഇത് ആയിരുന്നു. പിന്നെ രണ്ടാമത് എൻ്റെ അടുത്ത് കുറേ റിവ്യൂ വീഡിയോസ് ഉണ്ട്, ഇതിലൊക്കെ ഉമേഷിനെ പറ്റി തിരിച്ചും മറിച്ചും ആളുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ താഴെ അയക്കാം, എനിക്കൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് അയക്കാത്തത്. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ ഒരാൾ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്, 1-2 ആളുകൾ എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിലിം സിറ്റിയിൽ എല്ലാവരും വരി നിൽക്കുമ്പോൾ നമ്മൾ 30 ആൾക്കാരെ വേറെ തന്നെ ബസ് അറേഞ്ച് ചെയ്തിട്ടാണ് ഉമേഷ് കൊണ്ടുപോയത്. അവിടുത്തെ എല്ലാ സെക്യൂരിറ്റിമാരും ഉമേഷിനെ കാണുമ്പോൾ ഹായ് പറയുന്നുണ്ട്. ലൈക്ക് അത്രയും ബന്ധമാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര അടിപൊളിയായി. പിന്നെ ഞാൻ ടൂറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉമേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇന്ന ആളുകൾ 1, 2, 3 ഈ 3 ആളുകളെ പ്രത്യേകം ടേക്ക് കെയർ ചെയ്യണമെന്ന്. രണ്ടാമത്തെ ദിവസം ഒരു വൈകുന്നേരം ആയ സമയത്ത് ഇവർ പേഴ്സണലി ഇവരെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് ഇവർ ഭയങ്കര സ്റ്റിക്കറൊക്കെ ഇട്ട് ഉമേഷിനെ കെട്ടിപ്പിടിക്കണേ ഇതൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരാണ്, ചാറ്റ് കാണിച്ചിരുന്നു. പിന്നെ ഉമേഷിനെ ഇവരിങ്ങനെ പൊക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ കണ്ടോ ആ സാധനമൊക്കെ. അപ്പോൾ അതൊക്കെ ഉമേഷ് അത്രയും വൃത്തിയായിട്ട് ചെയ്തു. സോ എ ബിഗ് 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 താങ്ക് യു ടു ഉമേഷ്. കാരണം അത്രയും അടിപൊളിയായിട്ട് അത് ഹോസ്റ്റ് ചെയ്തു. ഒബ്വിയസ്ലി നിങ്ങളെ മലബാർ ടീമിന് ഒരു നല്ലൊരു മുതലാണ് കേട്ടോ ഉമേഷ്. ലൈക്ക് ഞാൻ അങ്ങനെ പറയില്ല, ഇത് ശരിക്കും ഇത് എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതല്ല കേട്ടോ, എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന സാധനം. പറഞ്ഞാലൊന്നും ഭയങ്കര പറഞ്ഞു പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു മുതലല്ല ഞാൻ, അങ്ങനെ ഞാൻ പറയില്ല അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇത് വാട്ട് വി ക്യാൻ സേ അടിപൊളിയായി, എക്സ്ട്രീംലി അടിപൊളിയായി. കാരണം ഉമേഷ് അത്രയും വൃത്തിക്ക് ഓരോ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തു. ഓരോ സമയത്തും നമ്മൾ അത്രയും ഇപ്പോൾ രാത്രിയൊക്കെ നമ്മളെ കൂടെ നിന്ന് കുറേ ലേറ്റായിട്ടാണ് പോയത്, അപ്പോൾ അത്രയും നമ്മളെ ടേക്ക് കെയർ ചെയ്തു. പിന്നെ ഇപ്പോൾ ഞാൻ മുന്നേ ഗോവയായിരുന്നു ലാസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഈ മന്ത് സ്റ്റാർട്ടിങ്ങിൽ. ഞാൻ സത്യം പറഞ്ഞാൽ ഗോവ എൻജോയ് ചെയ്തതിലേറെ ഞാൻ ഹൈദരാബാദ് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഗോവയിൽ നമുക്ക് അങ്ങനെ ലോക്കൽ ഗൈഡൊന്നും ഇല്ലായിരുന്നു, എല്ലാം നമ്മൾ തന്നെയായിരുന്നു. B2B Hyderabad DMC, your trusted travel partner.